പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായി പങ്കുവെക്കുന്ന ഒരു വാർത്ത അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് ആർ ട്രൂത്ത് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ സ്ട്രീറ്റ് പ്രോഫിറ്റ് വൈറ്റ് സിക്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം ഒരിക്കൽ കൂടി അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു 8-man ടാഗ് ടീം മത്സരം കാണാൻ സാധിച്ചു. വൈറ്റ് സിക്സിലെ ബോ ഡാലസ്, ഡെക്സ്റ്റർ ലൂമിസ്, ജോ ഗേസി, എറിക് റോവൻ തുടങ്ങിയവരെ നേരിട്ടത് 4 ടീമിലെ ഓരോ മെമ്പേഴ്സ് വെച്ചിട്ടായിരുന്നു. മോണ്ടസ് ഫോർഡ്, ക്രിസ് സേബിൻ, ജോണി ഗർഗാനോ, ബെർട്ടോ ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു 8-man ടാഗ് ടീം മത്സരം കളിച്ചത്. മത്സരത്തിൽ എറിക് റോവൻ പിൻഫോളിലൂടെ വൈറ്റ് സിക്സിന് വിജയം നേടിക്കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജോണി ഗർഗാനോ എറിക് റോവനെ പേടിച്ച് അവസാനം മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന രീതിയിലേക്കുള്ള ഒരു മൊമെൻറ്റും കാണിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് സിക്സിൻ്റെ സ്റ്റോറി ആരംഭിച്ചതോടുകൂടി ടാഗ് ടീം ഡിവിഷന് നല്ല പ്രാധാന്യം ഇപ്പോൾ സ്മാക്ഡൗണിൽ കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഫ്രാക്സിയം എന്ന് പറയുന്ന ടീം ആൻഡ്രാഡെ, റേ ഫിനിക്സ് തുടങ്ങിയവരുടെ ടീമിനെതിരെ ഒരു ഗംഭീര ടാഗ് ടീം മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. 4 പേരുടെ ഭാഗത്തു നിന്നും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഒരു ഫാസ്റ്റ് പേസ് മത്സരം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ്രാഡയും റേ ഫിനിക്സുമാണ് ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ വിജയിച്ചത്. തുടർച്ചയായ 2 ആഴ്ചകളിലും ആൻഡ്രാഡയുടെ ടാഗ് ടീം പാർട്ണറായി വന്നത് റേ ഫിനിക്സ് ആയിരുന്നു. ഇരുവർക്കും വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത പുതിയ മത്സരത്തെ സംബന്ധിച്ചാണ്. സൂപ്പർ താരങ്ങളായ റാൻഡി ഓർട്ടനും ഡ്രൂ മാക്കിൻറ്റയറും തമ്മിൽ ഏറ്റുമുട്ടുന്ന സിംഗിൾസ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. നമുക്കിന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കുറിക്കുന്നത് നിലവിലെ കിങ് ഓഫ് ദ റിംഗ് വിജയിയായ കോഡി റോഡ്സിൻ്റെ ഒരു സെഗ്മെൻറ്റ് കണ്ടുകൊണ്ടാണ്. കോഡി റോഡ്സിൻ്റെ ഒരു സെഗ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിന് സമ്മർ സ്ലാമിൽ ചലഞ്ച് പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് റാൻഡി ഓർട്ടൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. റാൻഡി ഓർട്ടൻ മത്സരത്തിനെ സംബന്ധിച്ചും മത്സരത്തിൽ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ ഒരു റിട്ടേൺ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡ്രൂ മാക്കിൻറ്റയർ പറയുന്നുണ്ട് 2 പേരെയും കളിയാക്കുന്നു. അദ്ദേഹം ആ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി 2 പേരും പോകുന്നതിനെ സംബന്ധിച്ച് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം നടത്തുന്നു. ആരായാലും താൻ വിജയിക്കുമെന്നുള്ള ഒരു രീതിയിലാണ് ഡ്രൂ സംസാരിക്കുന്നത്. കോടി വിജയിച്ചു വന്നാലും ഞാൻ തന്നെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് കോടിയുടെ കൈവശം നിന്ന് എടുക്കുമെന്നുള്ളതൊക്കെ വലിയൊരു വീരവാദത്തോടു കൂടി ഡ്രൂ മാക്കിൻറ്റയർ പറയുന്നുണ്ടെങ്കിലും തിരിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു RKO റാൻഡി ഓർട്ടൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതും തുടർന്ന് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെയാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലേക്ക് ഡ്രൂ മാക്കിൻറ്റയർ വേഴ്സസ് റാൻഡി ഓർട്ടൻ എന്നുള്ള ഒരു മത്സരം കൺഫേം ചെയ്യുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ വുമൻസ് ഡിവിഷന് വേണ്ടി മാത്രം നടത്തുന്ന എവല്യൂഷൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ, ഹോൾ ഓഫ് ഫെയിമറായ ട്രിഷ് സ്ട്രാറ്റസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ടിഫനിയുടെ എവല്യൂഷൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ചലഞ്ചർ ആരായിരിക്കും എന്നുള്ളത് ടിഫനി തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിയായ ജേഡ് കാർഗിൽ വരുന്നു. പിന്നീട് സർപ്രൈസ് ആയിട്ടുള്ള ട്രിഷിൻ്റെ ഒരു റിട്ടേൺ ആണ് കാണാൻ സാധിച്ചത്. തുടർന്ന് ട്രിഷ് ആയിരിക്കും എവല്യൂഷനിൽ ടിഫനിയുടെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൺഫേം ചെയ്യപ്പെട്ടു. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് ക്വീൻ ഓഫ് ദ റിംഗ് വിജയിയായ ജേഡ് കാർഗിലും നയോമിയും തമ്മിലുള്ള ഒരു നോ ഹോൾസ് ബാരഡ് മത്സരമാണ്. ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷന് സമാനമായിട്ടുള്ള ഒരു മത്സരമാണ് എവല്യൂഷനിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മാച്ചിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. റെഗൽ റോഡ്രിഗസ്, റോക്സിനി പെരസ് തുടങ്ങിയവരുടെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാർ ഫേറ്റൽ 4-വേയിൽ എവല്യൂഷനിൽ ഒരു ടൈറ്റിൽ ഡിഫൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ എവല്യൂഷനിലെ ഇവരുടെ എതിരാളിയായി വരാൻ പോകുന്ന മറ്റ് 3 ടീമുകളെ ആരൊക്കെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളൊരു അപ്ഡേഷനാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് ടാഗ് ടീം മത്സരം കാണാൻ സാധിച്ചു. അതിൽ B5 മീച്ചിൻ തുടങ്ങിയവരുടെ ടീമിനെയും സീക്രട്ട് ഹെർവീസ് എന്ന് പറയുന്ന ഫാക്ഷനിലെ ആ ടീമിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അലക്സിയ ബ്ലിസ്, ഷാർലറ്റ് സൂപ്പർ താരങ്ങളുടെ ടീം വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇവർക്കിടയിൽ ഇപ്പോൾ ഷാർലറ്റിൻ്റെയും അലക്സിയ ബ്ലിസിൻ്റെയും ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫേറ്റൽ 4-വേ മത്സരത്തിലേക്ക് ഷാർലറ്റും അലക്സിയ ബ്ലിസും ക്വാളിഫൈ നേടുന്നതിലൂടെ വിജയസാധ്യത ആർക്ക് എന്നുള്ള വലിയൊരു സംശയമുണ്ട്. എന്തായാലും എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കിടില മത്സരങ്ങൾ സ്മാക്ഡൗണിലൂടെ കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കാണാൻ സാധിച്ച ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ചാണ്. പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സോളോ സിക്കോവയും ജെസി മെറ്റയെയും ടീം ആയിക്കൊണ്ട് ജേക്കബ് ഫാറ്റു, ജിമ്മി ഊസോ തുടങ്ങിയവർക്കെതിരെ കളിച്ച ടാഗ് ടീം മത്സരം അവസാന
അവസാനം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെയാണ് അവസാനിച്ചത്. ഷീൽഡിൻ്റെ ട്രിപ്പിൾ പവർ ബോംബിന് സമാനമായിക്കൊണ്ട് ടോങ്കാലോവ അതുപോലെ തന്നെ ജെസി മെറ്റായോ ഒരു പവർ ബോംബ് കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ജേക്കബ് ഫാറ്റുവിനെ എടുത്തെറിയുന്ന രീതിയിൽ കാണിച്ചുകൊണ്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. സോളോ സിക്കോവയുടെ പുതിയ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ടീമിന് വലിയ രീതിയിലുള്ള ഒരു ആധിപത്യം കൊടുത്തുകൊണ്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. ജിമ്മി ഉസോയുടെ സഹായം മാത്രം പോരാ ജേക്കബ് ഫാറ്റുവിന് ഇനി സോളോയുടെ ടീമിനെതിരെ അടിച്ചു നിൽക്കാൻ മറ്റ് താരങ്ങളുടെ സഹായം കൂടി വേണ്ടിവരും. ഇനി ആ ഒരു താരങ്ങളുടെ ഇൻട്രഡക്ഷൻ ആയിരിക്കും ഈ സ്റ്റോറി ലൈനിൽ നമുക്ക് കാണാൻ സാധിക്കുക. ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റെസ്ലർ ഫേസ് ക്യാരക്ടർ സ്വീകരിച്ചതിന് ശേഷം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗണിലെ ഈ ഒരു മൊമെൻറ്റും തുടർന്നുള്ള സ്മാക്ഡൗണിൽ ജേക്കബ് ഫാറ്റുവിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സപ്പോർട്ട് കാണികളുടെ ഇടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുഖ്യ കാരണമായി മാറാനും സാധ്യതകളുണ്ട്. സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് ഒരു മാച്ചിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. സമ്മർ സ്ലാം എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് ആണ് നെക്സ്റ്റ് ബിഗ് പ്രീമിയം ലൈവ് ഇവൻ്റ് എന്ന് പറയുന്നത്. അതിലെ ആദ്യ മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. സൂപ്പർ താരവും അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സീന കിങ് ഓഫ് ദ റിംഗ് വിജയിച്ചു വന്ന കോഡി റോഡ്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ജോൺ സീനയ്ക്ക് തോൽവിയുടെ ഒരു വലിയ സാധ്യതകൾ കാണുന്ന ഒരു മത്സരമാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോൺസിനെ തോൽക്കാൻ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കോഡി റോഡ്സ് മറ്റ് താരങ്ങളുടെ ഒരു ഇടപെടൽ മൂലം പരാജയപ്പെടുന്നത് തന്നെയായിരിക്കും സമ്മർ സ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്താണുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.